നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ് എക്സാമിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ എക്സാമിനായിട്ടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത്തവണത്തെ സെറ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും വരും. അപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാം ഓർഗാനിക്കിലൊക്കെ, പ്രെഡിക്ട് ദി പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് എന്ത് വേണം? ആ പ്രൊഡക്റ്റിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു കാര്യം പഠിച്ചാൽ രണ്ടുണ്ട് കാര്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ളതും അറ്റംപ്റ്റ് ചെയ്യാം, വേറെ ടോപ്പിക് എന്ന് വരുന്ന സംഭവങ്ങളും നമുക്ക് അവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ തൊട്ട് മുന്നത്തെ സെറ്റ് എക്സാമിന് വന്നിട്ടുള്ള സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചില ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറഞ്ഞത് ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, the highest percentage of equatorial conformation will be possible with the which of the following substituent in cyclohexane? cyclohexane equatorial conformation ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണെന്നാ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈത്തൈൽ, ഐസോപ്രോപ്പൈൽ, അതേപോലെ തന്നെ ടെർഷ്യറി ബ്യൂട്ടൈൽ, ഫ്ലൂറോ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് സൈക്ലോഹെക്സൈൻ സ്ട്രക്ചറിൽ ഇതാണ് നമ്മുടെ സൈക്ലോഹെക്സൈൻ സ്ട്രക്ചർ. ഇതിൽ 2 പൊസിഷൻ ആണുള്ളത്. ഒന്ന് ഇക്വറ്റോറിയൽ പൊസിഷൻ, ഇതിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് പറയാ. ദെൻ ഈ ഒരു പൊസിഷൻ, ഇതിനെയാണ് നമ്മൾ ആക്സിയൽ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ ബൾക്കിനെസ് കൂടുന്നതിനനുസരിച്ച്, വലിയ സബ്സ്റ്റിറ്റ്യൂവന്റ് ആവുന്നതിനനുസരിച്ച് അതിന് നിൽക്കാൻ കുറച്ച് അധികം സ്ഥലം വേണമല്ലോ. അപ്പോൾ ആ വലിയ സബ്സ്റ്റിറ്റ്യൂവൻസ് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഇക്വറ്റോറിയൽ കൺഫർമേഷനിൽ ഏതിനായിരിക്കും? അതിന്റെ വലിപ്പം കൂടിയ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതിനാണ് ഏറ്റവും വലിപ്പം കൂടുതൽ എന്നാണ്, അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവന്റ് ഏതാണെന്നാണ് ചോദ്യം. ഈഥൈൽ ഉണ്ട്, ഐസോപ്രോപ്പൈൽ ഉണ്ട്, ടെർഷ്യറി ബ്യൂട്ടൈൽ ഉണ്ട്, ഫ്ലൂറോ ഉണ്ട്. ഈഥൈൽ എന്ന് പറയുമ്പോൾ CH2 CH3 ഗ്രൂപ്പ്. ഐസോപ്രോപ്പൈലിന്റെ സ്ട്രക്ചർ അറിയാലോ, ഇതാണ് ഐസോപ്രോപ്പൈൽ. അതേപോലെ തന്നെ ഫ്ലൂറോയും നമുക്കറിയാം. ദെൻ ടെർഷ്യറി ബ്യൂട്ടൈൽ, ഇതാണ് ടെർഷ്യറി ബ്യൂട്ടൈലിന്റെ സ്ട്രക്ചർ. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇതിൽ ഏതാ ബൾക്കി ആയിട്ടുള്ളത്? ടെർഷ്യറി ബ്യൂട്ടൈൽ അല്ലേ? ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് നിങ്ങളുടെ സൈക്ലോഹെക്സൈൻ സ്ട്രക്ചറിൽ ഉണ്ടെങ്കിൽ അതെപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷൻ ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ടെർഷ്യറി ബ്യൂട്ടൈൽ. അടുത്തൊരു ചോദ്യം, which among the following molecules can rotate the plane of polarized light? അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഏത് കോമ്പൗണ്ടിനാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യം. ഇത് വളഞ്ഞു മൂക്ക് പിടിച്ച ഒരു ചോദ്യമാണ്. പ്ലെയിൻ പോളറൈസ്ഡിനെ ഏത് ടൈപ്പ് കോമ്പൗണ്ട്സ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക? കൈറാൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അല്ലേ? കൈറാൽ കോമ്പൗണ്ട്സ് ആണ് എപ്പോഴും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഏതാണ് കൈറാൽ കോമ്പൗണ്ട് എന്നാണ് ചോദ്യം. സോ കൈറാൽ ആവണമെങ്കിൽ 2 കണ്ടീഷൻ ആണ് നമ്മൾ പറയുക. ഒന്ന് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഡബിൾ ബോണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൈറാലിറ്റി കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആണ് അവിടെ 4 ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിരിക്കണം വേണ്ടത്. ഒരു കാർബണുമായിട്ട് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, ABCD ഇങ്ങനെ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് sp3 കാർബൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കൈറാൽ സെന്റർ ആണെന്ന് പറയാം. അങ്ങനെ കൈറാൽ ആയിട്ടുള്ള മോളിക്യൂൾസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. സോ ആദ്യത്തേതിൽ കൈറാൽ സെന്റർ ഇല്ല, അപ്പൊ അത് നമുക്ക് അവിടെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തേതിൽ ചിലർക്ക് തോന്നാം ഈ ഒരു ഓക്സിജൻ എന്താണ്, ഒരു കൈറാൽ സെന്റർ അല്ലേ എന്ന് സംശയം തോന്നാം. അപ്പൊ നമ്മൾ നോക്കുക, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗ്രൂപ്പ്സ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഓക്കെ, സോ എല്ലാം എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇതും എന്തല്ല?
കൈറാൽ ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ല, അക്കൈറൽ കോമ്പൗണ്ട്സ് ആണ്. ദെൻ അടുത്തൊന്ന്, ഈ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, ഒരു മിറർ പ്ലെയിൻ പ്രസന്റ് അല്ലേ. സോ കൈറാൽ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകത എന്താണ്, അവിടെ മിറർ പ്ലെയിൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇവിടെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ പ്ലെയിൻസ് ആണെങ്കിൽ അവിടെ എന്താണ്, അത് കൈറാൽ കോമ്പൗണ്ട് ആണ്. ഇവിടെ ഒരു മിറർ പ്ലെയിൻ ഉണ്ട്, സോ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു കോമ്പൗണ്ട് ആണ് കൈറാൽ ആയിട്ടുള്ള കോമ്പൗണ്ട്. അപ്പൊ ഒരു കോമ്പൗണ്ട് കൈറാൽ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ഒന്ന് sp3 ആയിരിക്കണം, രണ്ട് അവിടെ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിരിക്കണം അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി കൈറാൽ ആണെങ്കിൽ അതിന് എന്തുണ്ടാവും, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ഉണ്ടാവും. നമ്മൾ ഒരു മിറർ പ്ലെയിൻ വെക്കുകയാണെങ്കിൽ അതിന്റെ 2 ഇമേജ് നമുക്ക് കിട്ടുമല്ലോ. ആ 2 ഇമേജ് നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്ത് അത് എന്തായിരിക്കും, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇവിടെ given below is the structure of testosterone. ടെസ്റ്റോസ്റ്റിറോൺ അറിയാലോ, ഒരു ഹോർമോൺ ആണ്. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് the number of chiral centers and the number of stereoisomers in the molecule are respectively. ഈ സ്ട്രക്ചറിൽ കൈറാൽ സെന്റർ ഏതാണ്, എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്, ഇതാണ് ചോദ്യം. നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞു എങ്ങനെയാ നമ്മൾ കൈറാൽ സെന്റർ കണ്ടുപിടിക്കുക, ഒരു കാർബൺ അല്ലെങ്കിൽ ഒരു ആറ്റോ ആയിട്ട് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതെന്തായിട്ട് വരാം, കൈറാൽ സെന്റർ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് 1 2 3 4 5 6 ഈ 6 പോയിന്റ്സ് ആണ് കൈറാൽ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാ നമ്മൾ നോക്കിയത്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണോ അറ്റാച്ച് ചെയ്യുന്നത്. സോ 6 നമുക്ക് ഓപ്ഷനിൽ വന്നു. സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്പർ ഓഫ് കൈറാൽ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണെന്ന് നമുക്ക് എങ്ങനെ നോക്കാം, 2 to the power n. ഇതാണ് ഫോർമുല. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കൈറാൽ സെന്റേഴ്സ്. നമ്പർ ഓഫ് കൈറാൽ സെന്റേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് 6 കൈറാൽ സെന്റർ ആണ് ആദ്യം തന്നെ കിട്ടി. അപ്പൊ 2 to the power 6 ആയിരിക്കും അവിടെ ആൻസർ വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ നമുക്കൊരു ഡൈയിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഡൈ എന്ന് വെച്ചാൽ 2 ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡൈനിലുള്ള 2 ഡബിൾ ബോണ്ട്സ് ഇത് സിസ് ആണോ ട്രാൻസ് ആണോ എന്നാണ് നോക്കുന്നത്. നമ്മൾ ഇസെഡ് നൊട്ടേഷൻ കൊടുക്കുന്നത് സിസ് അല്ലെങ്കിൽ ട്രാൻസിനാണ്. ഓക്കെ, ഇതില് ഇ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്, ട്രാൻസ് ആണ്. സെഡ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്, സിസ് ആണ്. നമ്മൾ എങ്ങനെയാ ഓർത്ത് വെക്കുക, ഇവിടെ നമ്മൾ സെഡ് എന്ന് എഴുതുന്ന സമയത്ത് 2 ഭാഗത്തേക്കായിട്ടല്ലേ ഉള്ളത്. സോ അത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതെന്തായിട്ട് മാറും, സിസ് ആണ്. ഓക്കെ, ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. സെയിം സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും, ട്രാൻസ് ആയിരിക്കും. നമ്മൾ എഴുതുന്ന നൊട്ടേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിന്റെ കാര്യം വരിക. ഇനി ഇ എന്ന് പറഞ്ഞാൽ സിസ് ആണ്, ഇ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ആണ്, സെഡ് എന്ന് വെച്ചാൽ സിസ് ആണ്. ഇനി ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്പറിങ് ചെയ്യണം. നമുക്ക് കാർബണിന്റെ പൊസിഷൻ ആണ് എല്ലായിടത്തും തന്നിട്ടുള്ളത്, ഏത് കാർബൺ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്പറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് OH ഗ്രൂപ്പ് ആണുള്ളത്. എനിക്ക് ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്പർ ചെയ്യുന്ന സമയത്ത് IUPAC റൂൾ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂന്റിന് എന്ത് കിട്ടണം, മിനിമം വാല്യൂ കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ നമ്പറിങ് ചെയ്യുക. സോ 1 2 3 4 5 6 and 7 ഈ രീതിയിൽ നമ്മൾ നമ്പർ ചെയ്തു. സോ എനിക്ക് 3rd കാർബണിൽ ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 5th കാർബണിൽ വന്നിട്ടുണ്ട് ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു നമ്പറിങ് വന്നത് ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഓപ്ഷൻ ബിയും ഡിയും ഞാൻ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. ഇനി ബാക്കി 2 ഓപ്ഷൻസ് ഉള്ളത്. ഇനി 3rd കാർബണിൽ
ഈ ഒരു ഡബിൾ ബോണ്ട് സിസ് ആണോ ട്രാൻസ് ആണോ എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ CIP റൂൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ അറ്റോമിക് മാസിനാണ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിനാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. സെയിം പ്രയോറിറ്റി ആണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുക. എവിടെയാണോ മാസ് കൂടുതലുള്ളത് അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കൂടുതലുള്ളത് അതിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് ആദ്യം കാർബൺ വന്നു, ഇവിടെ എന്താണ് കാർബൺ. ദെൻ ഈ കാർബണുമായിട്ട് ഫസ്റ്റ് പോയിന്റിൽ അവിടെ ഡിഫറൻസ് ഒന്നും വന്നില്ല. അപ്പൊ നമ്മൾ സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കും. ഇവിടെ അടുത്ത് വന്നിട്ടുള്ളത് ഹൈഡ്രജൻ ആണ്. 3 ഹൈഡ്രജൻ ആറ്റം വന്നു. അതേസമയം ഇവിടെ എന്ത് വന്നു? ഒരു കാർബണും ഒരു ഓക്സിജനും വന്നു. ഓക്കെ, സോ എപ്പോഴും മാസ് കൂടുതൽ എവിടെയായിരിക്കും? ഇവിടെ നമുക്ക് പ്രയോറിറ്റി കിട്ടി. ഹൈഡ്രജനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് കാർബണും അതുപോലെ തന്നെ ഓക്സിജനും അല്ലേ? അതിന്റെ മാസും അറ്റോമിക് നമ്പറും എന്താണ്? കൂടുതലാണ്. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ വന്നു, ഇതിന് സെക്കൻഡ് പ്രയോറിറ്റി കിട്ടി. ദെൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ആണുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി എവിടെയായിരിക്കും? ഇവിടെ ഹൈഡ്രജന് സെക്കൻഡ് പ്രയോറിറ്റിയും വന്നു. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി വന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിലാണ് അല്ലേ? അപ്പൊ എനിക്ക് എന്ത് പറയാം? ഇത് ട്രാൻസ് കോൺഫിഗറേഷൻ ആണെന്ന് പറയാം. അപ്പൊ തേർഡ് പൊസിഷനിൽ എനിക്ക് എന്ത് കിട്ടി? ട്രാൻസ് കോൺഫിഗറേഷൻ കിട്ടി. സോ ട്രാൻസ് എന്ന് പറയുമ്പോൾ 3E. അപ്പൊ 3E വരുന്നത് എവിടെയാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതേപോലെ ഫിഫ്ത്ത് പൊസിഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സിസ് കോൺഫിഗറേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം. The absolute configuration at the 2 chiral centers in the following compound are. നമുക്ക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ absolute configuration ആണ് ചോദിച്ചിട്ടുള്ളത്. absolute configuration എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇവിടെ R അല്ലെങ്കിൽ S ഈ ഒരു നൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ R and S കോൺഫിഗറേഷൻ കാണണമെങ്കിൽ നമ്മൾ എപ്പോഴും ഏത് റൂളാണ് ഫോളോ ചെയ്യുന്നത്? CIP റൂൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് നമ്പർ ചെയ്യുന്നു. കാരണം ഇവിടെയും നമുക്ക് എന്താണ്? കാർബണിന്റെ പൊസിഷൻ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. സോ ഇവിടെ ഈ 2 കൈറാൽ സെന്റർ ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ആ കൈറാൽ സെന്ററിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് തേർഡ് പൊസിഷനിലെ കോൺഫിഗറേഷൻ നോക്കാം. അപ്പൊ തേർഡ് പൊസിഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ കാർബൺ ആണുള്ളത്, ഓക്സിജൻ, ദെൻ ഹൈഡ്രജൻ. ഈ ഒരു പൊസിഷനിൽ എന്താണ്? കാർബൺ തന്നെയാണുള്ളത്. സോ ഓക്സിജന് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടി. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. രണ്ടും എന്താണ്? കാർബൺ തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് ആണ് നോക്കുക. അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് നോക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു കാർബൺ അറ്റാച്ച് ചെയ്തു, ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തു, അതേപോലെ തന്നെ ഓക്സിജൻ അറ്റാച്ച് ചെയ്തു. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കാർബൺ ഉണ്ട്, ദെൻ ഡബിൾ ബോണ്ട് O ആണുള്ളത്. അപ്പൊ ഡബിൾ ബോണ്ട് O വരുന്ന സമയത്ത്, ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 2 ഓക്സിജൻ ആയിട്ട് എഴുതും. ഇതാണ് CIP റൂൾ പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഒരു ഓക്സിജനും കൂടെ വന്നു. അങ്ങനെ 2 ഓക്സിജൻ വരുമ്പോൾ ആർക്കാ പ്രയോറിറ്റി പോകുന്നത്? ഈ ഒരു കാർബൺ അല്ലേ? സോ സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ കിട്ടി. അപ്പൊ തേർഡ് പ്രയോറിറ്റി ഒബ്വിയസ്ലി ഇവിടെ ആയിരിക്കും. ഹൈഡ്രജൻ ആയിരിക്കും ലീസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയാണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷൻ ആണ് വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ അവിടെ R കോൺഫിഗറേഷൻ ആയിരിക്കോ S ആയിരിക്കോ? S കോൺഫിഗറേഷൻ ആണ് വരിക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഹൈഡ്രജൻ ആണ് ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. പക്ഷെ ഹൈഡ്രജൻ എവിടെയാണ് നിൽക്കുന്നത്? ഹൊറിസോണ്ടൽ ലൈനിലാണ് ഹൈഡ്രജൻ നിൽക്കുന്നത്. അങ്ങനെ ഹൊറിസോണ്ടൽ ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള കോൺഫിഗറേഷനെ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യണം. സോ എനിക്ക് S ആണ് കിട്ടിയിട്ടുള്ളത്, ഞാൻ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് R ആയിട്ടാണ് എഴുതുന്നത്. R ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, സോ തേർഡ് പൊസിഷനിൽ എനിക്ക് R കോൺഫിഗറേഷൻ കിട്ടി. ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ലീസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഗ്രൂപ്പ് എപ്പോഴും എന്തായിരിക്കണം? വെർട്ടിക്കൽ ലൈനിലായിരിക്കണം.
ഇനി ഇൻ കേസ് ഹൊറിസോണ്ടൽ ലൈനിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏത് കോൺഫിഗറേഷൻ ആണോ കിട്ടുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ മൂന്നാമത്തെ പൊസിഷനിൽ നമുക്ക് 6 വന്നു. ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബിയും അതേപോലെ തന്നെ ഓപ്ഷൻ സിയും ഞാൻ എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഇനി നാലാമത്തെ പൊസിഷൻ, നോക്കുന്ന സമയത്ത് ഈ ഒരു കാർബൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു OH ഗ്രൂപ്പിന് വന്നു. സെക്കൻഡ് പ്രയോറിറ്റി ആർക്ക് വന്നു? ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ കാർബൺ ഉണ്ട്. ദെൻ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയോ 2 ഹൈഡ്രജൻ ഇല്ല, ഒരു ഹൈഡ്രജനും ഒരു കാർബണും ഒരു ഓക്സിജനും. സോ സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ വന്നു, തേർഡ് പ്രയോറിറ്റി, ദെൻ ഫോർത്ത് പ്രയോറിറ്റി ഹൈഡ്രജൻ. ഇവിടെയും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ലീസ്റ്റ് പ്രയോറിറ്റി കിട്ടിയിട്ടുള്ള ഹൈഡ്രജൻ എവിടെയാണുള്ളത്? ഹൊറിസോണ്ടൽ ലൈനിലാണുള്ളത്. അപ്പൊ ഹൊറിസോണ്ടൽ ലൈനിലായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കോൺഫിഗറേഷൻ ആണോ കിട്ടിയിട്ടുള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് കിട്ടിയത്. എസ് ആണ് വരേണ്ടത്, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? 6 ആയിട്ട് എടുത്തു. സോ 4R. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, നമ്പർ ഓഫ് പോസിബിൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് സ്റ്റീരിയോഐസോമേഴ്സ് ഇൻ ബ്യൂട്ടേൻ 2,3 ഡയോൾ. ഈ ഒരു മോളിക്യൂളില് എങ്ങനെയുള്ള സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്ട്രക്ചർ നോക്കാം. CH3 CH3 H OH OH. ഇതാണ് ബ്യൂട്ടേൻ 2,3 ഡയോളിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? അല്ല, കാരണം ഇവിടെ നമുക്കൊരു മിറർ പ്ലെയിൻ കാണുന്നില്ലേ? ഈ ഒരു മിറർ പ്ലെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്, മീസോ കോമ്പൗണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷനിൽ ഈ ഒരു കോമ്പൗണ്ടിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? CH3 CH3 H OH OH H ഇങ്ങനെ എഴുതി. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? ആണ്, കാരണം ഇവിടെ മിറർ പ്ലെയിൻ ഉണ്ടോ? ഇല്ല. ഈ പറഞ്ഞ നേരത്തെയുള്ള മിറർ പ്ലെയിൻ എന്താണ്? ഈ ഒരു കോമ്പൗണ്ടില് അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷനിൽ എന്താണ്? ആബ്സെന്റ് ആണ്. സോ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ഐസോമർ നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ തന്നെ മിറർ റിഫ്ലക്ഷൻ, മിറർ ഇമേജ് ഞാൻ എടുക്കുന്നു. മിറർ ഇമേജ് എടുത്താൽ എങ്ങനെയായിരിക്കും? CH3 CH3 അതേപോലെ വന്നു. ദെൻ OH H H OH ഈ ഒരു കോൺഫിഗറേഷൻ വന്നു. സോ ഈ 2 സ്റ്റീരിയോ ഐസോമേഴ്സും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റീരിയോ ഐസോമർ ആണ്. സോ ബ്യൂട്ടേൻ 2,3 ഡയോളിന് ടോട്ടൽ 3 ഐസോമേഴ്സ് പോസിബിൾ ആണെങ്കിലും അതിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള എത്ര എണ്ണം ഉള്ളൂ? 2 എണ്ണം ഉള്ളൂ. കാരണം ഒന്ന് എന്താണ്? മീസോ കോമ്പൗണ്ട് ആണ്, അതെന്ത്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതിയിട്ട് ഇവിടെ 3യും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കോമ്പൗണ്ട് എന്തല്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. സോ ഓപ്ഷൻ സി കറക്റ്റ് അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം. ഈ ഒരു ചോദ്യം കാണുമ്പോൾ പല ആൾക്കാരും തുടക്കത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് വായിക്കാൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമൊന്നും കാണില്ല. പക്ഷെ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ 10 ml of 0.1 molar solution of R enantiomer and 30 ml of 0.1 mol of S enantiomer was found to have an observed specific rotation of plus 4.8. What is the specific rotation of S and R enantiomers? അപ്പോൾ ഓർത്ത് വെക്കണം, S and R ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ഓർഡറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 10 ml R enantiomer എടുത്തു. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആ, 0.1 മോളാർ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. 10 ml R enantiomer എടുത്തു. അതേപോലെ തന്നെ 30 ml S enantiomer എടുത്തു. എനിക്ക് കിട്ടുന്ന എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ അല്ലേ. സോ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആർക്കായിരിക്കും, എസ് enantiomerനായിരിക്കില്ലേ. കാരണം R ഞാൻ 10 ml എടുത്തു, കൂടുതൽ എടുത്തിട്ടുള്ളത് ഏതാ, എസ് enantiomer ആണ്. സോ എസ് enantiomerന്റെ പ്രോപ്പർട്ടി ആയിരിക്കും റിസൾട്ടന്റ് ആയിട്ടുള്ള സൊല്യൂഷനും കാണിക്കുന്നുണ്ടാവുക. സോ എസിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടണം, പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. എത്രയാണെന്ന് അറിയണ്ട, പോസിറ്റീവ് ആണെന്ന് മനസ്സിലായല്ലോ. എസ് പോസിറ്റീവ് ആണെങ്കിൽ ആർ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് നെഗറ്റീവ് വാല്യൂ ആണ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എസ് നെഗറ്റീവ് വന്നു. ഓപ്ഷൻ ബിയിൽ നോക്കിക്കേ, -9.6 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ വായിച്ചതോടെ നമുക്ക് ആൻസർ മനസ്സിലായി. അതേപോലെ തന്നെ ഓപ്ഷൻ സിയും നെഗറ്റീവ് ആണ് എസിന് വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താണ്, ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ എ നോക്കൂ, എസ് പോസിറ്റീവ് ആണ്, പക്ഷെ എസിന്റെയും ആറിന്റെയും വാല്യൂ എന്താണ്, ഈക്വൽ ആണ്. സോ അതും ഇവിടെ എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ നോക്കൂ, +8.7 -1.4 ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം, how many isomers are possible for the molecule having formula C4H8? അപ്പൊ C4H8 എന്നുള്ള ഒരു മോളിക്കുലാർ ഫോർമുല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണെന്നാണ് ചോദ്യം. എല്ലാം ഓപ്ഷനിലുണ്ട്, 2, 3, 4, 5 ഒക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രക്ചർ വരച്ചു നോക്കണം. അങ്ങനെ വരച്ചു നോക്കുന്ന സമയത്ത് ഒന്നുകിൽ അതെന്താവാം, ഈ ഒരു ഫോർമാറ്റിലാവാം, അല്ലെങ്കിൽ ഇതേപോലെ ആവാം, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, സൈക്ലിക് ആവാം, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറും ആവാം. സോ ടോട്ടൽ നമുക്ക് 5 മോളിക്കുലാർ ഐസോമേഴ്സ് ഈ ഒരു മോളിക്കുലാർ ഫോർമുലയിൽ പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിന് ട്രിക്ക് ഒന്നുമില്ല, പകരം നമ്മൾ പറ്റാവുന്നത്ര പോസിബിൾ ആയിട്ടുള്ള ഐസോമേഴ്സ് വരച്ചു നോക്കുക. എന്നിട്ട് കാർബണിന്റെയും ഹൈഡ്രജന്റെയും കൗണ്ട് മാച്ച് ആവുന്നില്ലേ എന്ന് കൂടെ ചെക്ക് ചെയ്താൽ മതി. അടുത്തൊരു ചോദ്യം നോക്കാം. The configuration of 2 stereo centers in the compound shown below. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏത് കെമിസ്ട്രി റിലേറ്റഡ് എക്സാം എടുത്ത് നോക്കിയാലും അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു കോമ്പൗണ്ട്, ബ്രിഡ്ജ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതിന് നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഹെഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4. അപ്പൊ ഫസ്റ്റ് കാർബൺ ഇതാണ്, ഫോർത്ത് കാർബൺ ഇതാണ്. ഈ രണ്ട് കാർബണിലെയും കോൺഫിഗറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് കാർബൺ നോക്കാം. ഫസ്റ്റ് കാർബൺ നോക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു പൊസിഷനിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. ദെൻ ഇവിടെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 1, 2, 3, 4 ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. അതിന് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ലീസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് എവിടെയാ വരുന്നത്, ഡാഷിൽ തന്നെയാണ് വരുന്നത്. സോ ഇതെന്താണ്, ഫസ്റ്റില് ആർ കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ബിയും അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയും എനിക്ക് എലിമിനേറ്റ് ചെയ്തു. ഇനി ഫോർത്ത് പൊസിഷൻ നോക്കാം. ഫോർത്ത് പൊസിഷനിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഇവിടെയാണ്, ഈ ഒരു കാർബൺ ആണോ ഈ കാർബൺ ആണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ കാർബണില് ഇവിടെ 2 ഹൈഡ്രജൻ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയോ ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കാർബൺ ആറ്റംസിനെ തന്നെയാണ് അറ്റാച്ച് ചെയ്യുക. സോ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ കൊടുത്തു, സെക്കൻഡ്, തേർഡ്, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ ഫോർത്ത് പ്രയോറിറ്റി കൊടുത്തു. സോ 1, 2, 3 ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, എസ് കോൺഫിഗറേഷൻ ആയിരിക്കും. എസ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇനി നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇല്ല.
കാരണം ലീസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഹൈഡ്രജൻ എവിടെ തന്നെയാണുള്ള, ഡാഷിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്തൊരു ചോദ്യം. The most stable conformation of trans 3 tertiary butyl cyclohexanol, the substituent at C1 and C3 respectively. നമ്മൾ തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യനിലും പറഞ്ഞു, സൈക്ലോഹെക്സൈന്റെ കേസിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലും ടെർഷ്യറി ബ്യൂട്ടൈൽ എവിടെ വരണം, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് വരേണ്ടത്. കാരണം അതിന്റെ ബൾക്കിനെസ് കർവ്. ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് സൈക്ലോഹെക്സൈന്റെ സ്ട്രക്ചർ വരിക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ് 3 ടെർഷ്യറി ബ്യൂട്ടൈൽ സൈക്ലോഹെക്സനോൾ. സോ സൈക്ലോഹെക്സനോൾ ആണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഞാൻ എന്ത് ചെയ്തു, ഇക്വറ്റോറിയൽ പൊസിഷനിൽ ആദ്യം തന്നെ അങ്ങ് ഫിക്സ് ആക്കി. ഇനി ട്രാൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ് ആണെങ്കിൽ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണമല്ലോ. ഒന്ന് മേലേക്കാണെങ്കിൽ മറ്റത് എന്തായിരിക്കണം, താഴേക്കായിരിക്കണം. ഇവിടെ ടെർഷ്യറി ബ്യൂട്ടൈൽ എങ്ങോട്ടാ ഉള്ളത്, മേലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ OH ഗ്രൂപ്പ് ഒബ്വിയസ്ലി എങ്ങോട്ടായിരിക്കണം, താഴേക്കായിരിക്കണം. ഇനി C1 C3 റെസ്പെക്റ്റീവ്ലി, ഇവിടെ ടെർഷ്യറി ബ്യൂട്ടൈൽ C3 പൊസിഷനിലും ഇതെന്താണ് C1 പൊസിഷനിലും ആണ്. നമ്മൾ OH-നാണ് പ്രയോറിറ്റി കൊടുക്കുക, അവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ C1-ൽ എന്താണ്, ആക്സിയൽ ആണ്. ദെൻ C3-ൽ എന്താണ്, ഇക്വറ്റോറിയൽ ആണ്. സോ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്, ആക്സിയൽ ഇക്വറ്റോറിയൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എപ്പോഴും ഓർക്കുക, സൈക്ലോഹെക്സൈൻ സ്ട്രക്ചർ ആണ് വരുന്നതെങ്കിൽ മെജോറിറ്റി കേസിലും ടെർഷ്യറി ബ്യൂട്ടൈൽ അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എപ്പോഴും ഇക്വറ്റോറിയൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തൊരു ചോദ്യം. The structure of the drug is given below. How many optical isomers are possible for the compound? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ തന്നെ 2-3 എണ്ണം ചെയ്തു. എങ്ങനെയാ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക, എത്ര കൈറാൽ സെന്റേഴ്സ് അവിടെ ഉണ്ടെന്ന് നോക്കുക. കൈറാൽ സെന്റേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എങ്ങനെയാ, കാർബൺ ആറ്റംസ് കണ്ടുപിടിക്കുക, അതുമായിട്ട് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതെന്തായിരിക്കും, ഒരു കൈറാൽ സെന്റർ ആയിരിക്കും. സോ ഇവിടെ ഈ ഒരു കാർബൺ നോക്കുകയാണെങ്കിൽ, ഈ ഒരു കാർബൺ എടുത്തു, ഇതുമായിട്ട് ഒരു OH ഉണ്ട്, ഒരു ഫിനൈൽ ഉണ്ട്, ഈ ഒരു ബൾക്കി ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ഹൈഡ്രജൻ ഉണ്ട്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ് ആണ് ഉള്ളത്. സോ ഇതെന്താണ്, ഒരു കൈറാൽ സെന്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ ഇവിടെയും 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ 2 കൈറാൽ സെന്റേഴ്സ് ആണ് എനിക്കുള്ളത്. ടോട്ടൽ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും, 2 to the power n. ഇതാണ് നമ്മുടെ ഫോർമുല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശരിക്കും ഉത്തരം കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, സൈക്ലോഹെക്സൈനെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം. ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഇൻ ടേംസ് ഓഫ് എനർജി ഫോർ സൈക്ലോഹെക്സൈൻ കൺഫോർമേഷൻ. എനർജിയുടെ ടേംസിലാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനർജി എന്ന് ചോദിച്ചാലും സ്റ്റെബിലിറ്റി എന്ന് ചോദിച്ചാലും ഏകദേശം ഒരേപോലെയാണ്. എനർജി കൂടിയ ആൾക്ക് സ്റ്റെബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. എനർജി കുറവുള്ള ആൾക്കായിരിക്കും എന്ത്, സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഒന്നുകിൽ എനർജി ചോദിക്കാം, അല്ലെങ്കിൽ എന്തും ചോദിക്കാം, സ്റ്റെബിലിറ്റിയും ചോദിക്കാം. അതും ഒരു പോസിബിലിറ്റി ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഡയഗ്രാം, എനർജി ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ എനർജി കുറവുള്ളത് ആർക്കാണ്, ചെയർ കോൺഫർമേഷൻ ആണ്. ദെൻ അടുത്ത് വരുന്നത് ട്വിസ്റ്റ് ബോട്ട് കോൺഫർമേഷൻ, ദെൻ ബോട്ട്, ദെൻ ഹാഫ് ചെയർ. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്, ഹാഫ് ചെയറിനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹാഫ് ചെയർ ആണ് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫർമേഷൻ എന്ന് പറയാൻ പറ്റും. സോ എനർജിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റാപ്പിഡ് ഇന്റർകൺവേർഷൻ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഇസ് നോൺ ആസ്. നമ്മൾ ഗ്ലൂക്കോസിനെ ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് ആൽഫ ഡിയും ബീറ്റ ഡിയും എന്താകുന്നുണ്ട്, റാപ്പിഡ് ഇന്റർകൺവേർഷൻ നടത്തുന്നുണ്ട്. അതിന് നമ്മളൊരു പേര് പറയും, അതാണ് മ്യൂട്ട റൊട്ടേഷൻ.
ഈ ഒരു പേര് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.